Hello guys, welcome back to my YouTube channel Life of Ashwadi Nigel. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവരും സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു പീരീഡാണല്ലേ. KCB ബില്ലെല്ലാം ഹൈ ആവുന്ന കുറച്ച് പീരീഡാണ്. ഇനി അങ്ങോട്ട് മഴയാണ്. എന്നിരുന്നാൽ പോലും സോളാർ ഇൻസ്റ്റാൾ ചെയ്യുക അല്ലെങ്കിൽ വീട്ടിൽ സോളാർ വെക്കുക എന്ന് പറയുന്നത് ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതായത് നമ്മൾ ഒരിക്കൽ കാശ് മുടക്കി ചിലവാക്കിയിട്ട് ഇത് നമ്മുടെ ഫ്യൂച്ചർ ജനറേഷൻസിനും കൂടി, അതായത് ഒരുപാട് വർഷത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് സോളാർ നമ്മുടെ വീട്ടിൽ വെക്കുക എന്ന് പറയുന്നത്, സോളാർ റൂഫ് ടോപ്പ് ഇൻസ്റ്റലേഷൻ. അപ്പം ഇതിനെക്കുറിച്ചൊന്ന് ബ്രീഫിങ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു സോളാറിൻ്റെ കമ്പനിയിലാണ്, ഒരു സോളാർ വെഞ്ചറാണ്. അപ്പം അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ. ഞാൻ എല്ലാവർക്കും ജസ്റ്റ് ഇതിനെക്കുറിച്ചൊരു ബ്രീഫിങ്, കുറച്ച് കാര്യങ്ങൾ മെയിനായിട്ട് നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, എനിക്കറിയുന്ന കാര്യങ്ങൾ, ഞാൻ ഇവിടെ വന്ന് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒരു വീട്ടിൽ സോളാർ വെക്കുകയാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് ഇതിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ KCB ബില്ല് അത് കുറയ്ക്കുക. നമ്മുടെ വീട്ടിൽ ഒരു 1000 രൂപയ്ക്ക് മുകളിലേക്ക്, അതായത് 1000, 2000, 3000 അങ്ങനെ ബില്ലുകൾ വരുന്നൊരു ആളാണെങ്കിൽ ഈ ആൾക്ക് വീട്ടിൽ സോളാർ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിനിമം നമ്മുടെ KCB പേ ചെയ്യേണ്ട ഒരു 150, 200 രൂപ ഒക്കെ ഉണ്ട്. ആ ഒരു എമൗണ്ട് അല്ലാണ്ട് ഒരു എമൗണ്ട് ഈ സോളാർ വെച്ച ഒരാളുടെ വീട്ടിൽ വരില്ല. അപ്പം KCB ബില്ല് നമുക്ക് വളരെയധികം കുറയ്ക്കാൻ പറ്റുന്നതാണ്. അതായത് നമ്മുടെ വീട്ടിൽ ഏത് ഇലക്ട്രോണിക് സാധനങ്ങൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഇലക്ട്രിക് ചാർജ് കൂടുമോ, കറണ്ട് ബില്ല് കൂടുമോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കാണ്ടിരിക്കേണ്ട ആവശ്യമില്ല. സോളാർ ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്ക് ഏതൊരു ഇലക്ട്രോണിക് ഐറ്റംസും ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ വീട്ടിൽ AC ആണെങ്കിലും, TV ആണെങ്കിലും, ഫ്രിഡ്ജ് ആണെങ്കിലും, ഇൻഡക്ഷൻ കുക്കേഴ്സ് ആണെങ്കിലും, ഹീറ്റേഴ്സ് ആണെങ്കിലും എന്ത് വേണമെങ്കിലും നമുക്ക് ഇഷ്ടാനുസരണം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ സോളാർ ഇൻസ്റ്റാൾ ചെയ്താൽ കറണ്ട് ബില്ലാവോ എന്നൊരു ടെൻഷനേ വേണ്ട. ആദ്യം പറഞ്ഞ പോലെ ഇതൊരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഒറ്റ തവണ നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് സോളാർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരുപാട് വർഷത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ ബെനിഫിറ്റ് ഉള്ളൊരു കാര്യമാണ്. നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ ഫ്യൂച്ചർ ജനറേഷൻസിനും ഒരുപോലെ ബെനിഫിറ്റ് ആവുന്ന ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് സോളാർ റൂഫ് ടോപ്പ് നമ്മുടെ വീട്ടിൽ ഇൻസ്റ്റലേഷൻ ചെയ്യുന്നത്. പിന്നെ അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ഇത് എക്കോ ഫ്രണ്ട്ലിയാണ്. ഒരു തരത്തിലുള്ള പൊല്യൂഷൻസും നമ്മുടെ എൻവയോൺമെൻറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി അഥവാ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻ്റനൻസ് വർക്കുകൾ, ഇത് വൺസ് നമ്മൾ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞു, പിന്നെ ഇതിന് ഒരുപാട് മെയിൻ്റനൻസ് വർക്കുകളൊന്നും വരുന്നില്ല. ഓക്കെ, നിങ്ങൾ ചൂസ് ചെയ്ത വെണ്ടർ ആരാണെങ്കിൽ അവർ വൺസ് ഇൻ എ ഇയർ വന്ന് ഇതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇതിന് വലിയ മെയിൻ്റനൻസ് വർക്കുകളൊന്നുമില്ല. ആകപ്പാടെ നമ്മൾ അടയ്ക്കുന്ന പാനലൊന്ന് ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി ക്ലീനാക്കി കൊടുക്കുക, അത്രയേ ഉള്ളൂ നമ്മൾ ചെയ്യേണ്ട ആകെയുള്ളൊരു വർക്ക്. അല്ലാതെ ഈ പറയുന്ന ഒരു മെയിൻ്റനൻസ് വർക്കും സോളാർ ചെയ്യുന്ന വീടുകളിൽ ചെയ്യേണ്ടി വരുന്നില്ല. അതായത് പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഇപ്പം ഇലക്ട്രിക് വണ്ടികളുടെ ഒരു കാലഘട്ടമല്ലേ. അപ്പം ഇലക്ട്രിക് വണ്ടികൾ എടുക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഗ്യാസിൻ്റെ ഇപ്പം ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഗ്യാസ് കിട്ടാനില്ല, അതിൻ്റെ പ്രൈസസ് ഹൈ ആണ്. അപ്പം അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെയാണ്. അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ ഗ്യാസ് ഉപയോഗിക്കാണ്ട് ഇൻഡക്ഷൻ കുക്കർ വീട്ടിൽ മേടിച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ കറണ്ട് ബില്ലാകുമോ എന്നുള്ള പ്രശ്നവും വേണ്ട. നമുക്ക് അതുവഴി ഗ്യാസിൻ്റെ ഉപയോഗം സേവ് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ ഫീസും കാര്യങ്ങളും, അതിന് സ്പെൻഡ് ആവുന്ന എമൗണ്ട് ഉണ്ടല്ലോ, ഗ്യാസിന് കൊടുക്കുന്ന പൈസ, അതൊന്നും നമുക്കിവിടെ ചിലവാകില്ല. അതിൻ്റെ ഒന്നും ആവശ്യം നമുക്കിവിടെ വരുന്നില്ല. ഇലക്ട്രിക്കിൻ്റെ വണ്ടി വാങ്ങുന്ന ആൾക്കാരാണെങ്കിൽ അത് ചാർജ് ചെയ്യാൻ വേണ്ടി പുറത്ത് പോകേണ്ട ആവശ്യമില്ല. അതും നമുക്ക് ഈ സോളാർ വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ ചാർജ് ചെയ്യും. അതും ഈ സോളാർ വെച്ചുകൊണ്ട് തന്നെ ഇലക്ട്രിസിറ്റി ബില്ല് കൂടുമോ എന്നുള്ള ടെൻഷനും നിങ്ങൾക്ക് ആവശ്യം ഇല്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സോളാർ ചെയ്യുമ്പോൾ 3 തരത്തിലുള്ള സിസ്റ്റംസാണ് വരുന്നത്. ഫസ്റ്റ് വൺ ഓൺ ഗ്രിഡ് സിസ്റ്റം, സെക്കൻഡ് വൺ ഓഫ് ഗ്രിഡ് സിസ്റ്റം, തേർഡ് വൺ ഹൈബ്രിഡ് സിസ്റ്റം. ഇതിൽ ഓൺ ഗ്രിഡും ഹൈബ്രിഡും നമ്മുടെ ഇലക്ട്രിസിറ്റി ഗ്രിഡുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ 2 സിസ്റ്റത്തിനാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ 78,000 രൂപ സബ്സിഡി കിട്ടുന്നത്. ഈ ഓൺ ഗ്രിഡും ഹൈബ്രിഡും വീടുകളിൽ ചെയ്യുമ്പോഴാണ്. പിന്നെ ഓഫ് ഗ്രിഡിന് ഈ സബ്സിഡി വരുന്നില്ല, അത് ഇലക്ട്രിക് ഗ്രിഡുമായിട്ടും കണക്റ്റഡ് അല്ല. ഓൺ ഗ്രിഡ് ആകുമ്പം അതിൻ്റെ മെയിൻ എലമെൻറ്റ്സ് പാനൽ, ഇൻവെർട്ടർ, ഇലക്ട്രിക് ഗ്രിഡ്.
അപ്പം ഇലക്ട്രിസിറ്റിയായിട്ട് കണക്റ്റഡ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ബാക്കി സ്റ്റോർ ചെയ്യുന്നത് ഇലക്ട്രിക് ഗ്രിഡാണ്. എന്നിട്ട് ബാക്കി വരെ നമുക്ക് അതിനകത്ത് എടുത്തിട്ട് നമുക്ക് ബാക്കി യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത്. ബാക്കി സ്റ്റോർ ചെയ്യുന്നത് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ബാക്കി എനർജി അല്ലെങ്കിൽ ബാക്കി പവർ സ്റ്റോർ ചെയ്യുന്നത് ഇലക്ട്രിക് ഗ്രിഡിലായിരിക്കും. ഓക്കെ. പിന്നെ ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിൽ വരുമ്പം ഈ ഗ്രിഡ് ഉണ്ടാവില്ല. നമ്മൾ നോർമലി ഉള്ളതുപോലെ പാനലും ഇൻവെർട്ടറും ബാറ്ററി ആയിരിക്കും. ബാറ്ററിയിലായിരിക്കും ബാക്കി സ്റ്റോർ ചെയ്യുന്നത്. സിസ്റ്റം ഹൈബ്രിഡ് സിസ്റ്റമാണ്. അതായത് ഓൺ ഗ്രിഡ് സിസ്റ്റത്തിൽ നമുക്ക് ഇൻ കേസ് നമുക്ക് കറണ്ട് പോവുകയാണെങ്കിൽ സിസ്റ്റം മൊത്തത്തിൽ ഓഫായി പോകും. അപ്പോൾ സിസ്റ്റം വർക്ക് ചെയ്യില്ല. പക്ഷേ ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കിത് നിർബന്ധമായിട്ടും വർക്ക് ചെയ്യണം, കറണ്ട് പോയാൽ ഈ സിസ്റ്റം വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിപ്പം ഓഫാകുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഇലക്ട്രിക്കൽ ഒരു എന്താ ഒത്തിരി വോൾട്ടേജ് ഇഷ്യൂസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാവാണ്ടിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ്റെ ഒരു ബേസിസിലാണ് നമ്മൾ ഈ അതായത് കറണ്ട് പോകുമ്പോൾ ഈ പവർ ഈ സിസ്റ്റം മൊത്തത്തിൽ ഓഫ് ആവുന്നത് ആ ഒരു പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ഇത് നിർബന്ധമായിട്ടും കറണ്ട് വേണം, അതായത് കറണ്ട് പോയാൽ സിസ്റ്റം വർക്ക് ചെയ്യണം, അങ്ങനെ നിർബന്ധമുള്ള സ്ഥലത്താണ് ഹൈബ്രിഡ് ചൂസ് ചെയ്യുക. ഹൈബ്രിഡിന് കമ്പാരിറ്റീവ്ലി ഈ ഓൺ ഗ്രിഡിനേക്കാളും ഹൈ പ്രൈസ് ആയിരിക്കും. ഓക്കെ. അപ്പം ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ പാനൽ ഉണ്ടാവും, ഇൻവെർട്ടർ ഉണ്ടാവും, അതുപോലെ തന്നെ ബാറ്ററി ഉണ്ടാവും, ഇലക്ട്രിക് ഗ്രിഡുമായിട്ടും കണക്റ്റഡ് ആയിരിക്കും. അപ്പം നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ബാറ്ററി സ്റ്റോർ ചെയ്യുന്നു, ബാറ്ററി സ്റ്റോറേജിന് ശേഷം ബാക്കിയുള്ളത് നമ്മൾ ഗ്രിഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതാണ് അതിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു ഇതിനെക്കുറിച്ച് ഓരോന്നിനെക്കുറിച്ചും ഡീറ്റെയിൽഡായിട്ട് ടെക്നിക്കൽ സൈഡും അതുപോലെ തന്നെ അതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡായിട്ട് ഞാൻ ഒരു വീഡിയോ വേണമെങ്കിൽ ചെയ്യാം, നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലാത്തിനും ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് പറയുന്നതേ ഉള്ളൂ കേട്ടോ. പറയാൻ പോകുന്നത് സബ്സിഡിനെ കുറിച്ചാണ്. അപ്പോൾ ഗവൺമെൻറ് സബ്സിഡി ആയിട്ട് കൊടുത്തിട്ടുള്ളത് 78,000 രൂപയാണ്. 3 കിലോ വാട്ടും അതിൻ്റെ മുകളിലേക്കും 78,000 രൂപയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നതാണ്. PM സൂര്യഗർ വഴി നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോഴാണ് അത് കിട്ടുന്നത്. റെസിഡൻഷ്യൽ പർപ്പസിന് മാത്രമേ, അതായത് വീടുകളിൽ വെക്കുന്നതിന് മാത്രമേ ഉള്ളൂ. കൊമേഴ്ഷ്യലായിട്ട് വേറെ സ്ഥാപനങ്ങളിൽ ഓഫീസുകളിലൊക്കെ വെക്കുന്നതിനില്ല, വീട്ടിൽ വെക്കുന്നതിന് മാത്രമേ ഇതുണ്ടാവുള്ളൂ. പിന്നെ അത് ഓൺ ഗ്രിഡ് ആൻഡ് ഹൈബ്രിഡ് സിസ്റ്റത്തിന് മാത്രമേ സബ്സിഡി ഉണ്ടാവുള്ളൂ. ഓക്കെ. സബ്സിഡി ഒക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ സോളാർ രജിസ്ട്രേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വീടിൻ്റെ ഓണർഷിപ്പും KCB രജിസ്ട്രേഷനും ആരുടെ പേരിലാണോ അത് രണ്ടും ഒരാളുടെ പേരിലായിരിക്കണം. ആ ആളുടെ പേരിലേക്ക് നമ്മൾ സോളാർ രജിസ്ട്രേഷൻ ചെയ്യുന്നതും ലോൺ ആണെങ്കിൽ ലോണുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുന്നതും ആ കൊടുത്തിട്ടുള്ള അവരുടെ ആ ബാങ്ക് അക്കൗണ്ട് ത്രൂ ആയിരിക്കും നമ്മൾ ലോണിനാണെങ്കിലും സബ്സിഡിക്കാണെങ്കിലും ഡീറ്റെയിൽസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. വൺസ് നമ്മൾ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് KCBൻ്റെ അപ്രൂവൽ ഇൻസ്പെക്ഷൻ ഓക്കെ ആയി കഴിഞ്ഞിട്ടാണ് നമ്മൾ സബ്സിഡിക്കുള്ള റിക്വസ്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മൾ കസ്റ്റമറുടെ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുക്കും. അത് അവിടുന്ന് MNRയിൽ നിന്ന്, അതായത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ MNRയിൽ നിന്ന് അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 15 ഡേയ്സിനുള്ളിൽ, മാക്സിമം 30 ഡേയ്സാണ്, 15 ഡേയ്സിനുള്ളിൽ തന്നെ ഈ കസ്റ്റമറിൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ് എമൗണ്ട്. പിന്നെ ഉള്ളത് ഞാൻ പറയുന്നത് ലോണായിട്ട് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചാണ്. നമുക്ക് റെഡി ക്യാഷായിട്ടും ലോണായിട്ട് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. റെഡി ക്യാഷ് ആണെങ്കിൽ നമുക്കിപ്പോൾ നമ്മുടെ വെൻഡർഷിപ്പിൽ നമ്മുടെ ഇവിടെ വരുന്ന റൂൾ എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് ആയിട്ട് കസ്റ്റമർ 50%, ടോട്ടൽ പ്രൊജക്റ്റ് കോസ്റ്റിന് 50% ചെയ്യാം. അത് കഴിഞ്ഞിട്ട് മെറ്റീരിയൽസ് പാനൽ, ഇൻവെർട്ടർ, ബാറ്ററി കാര്യങ്ങളൊക്കെ വീട്ടിലെത്തിച്ചതിന് ശേഷം ബാക്കി 40%, അത് കഴിഞ്ഞ് ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ബാക്കി 10%. അങ്ങനെയാണ് നമ്മുടെ റെഡി ക്യാഷ് ആയിട്ട് നമ്മുടെ പേയ്മെൻറ്റ് സ്ട്രക്ചർ വരുന്നത്. പിന്നെ ലോൺ ത്രൂ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാ നാഷണലൈസ്ഡ് ബാങ്കും അതുപോലെ തന്നെ ശ്രീറാം ഫിനാൻസ്, ഇസാഫ് പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്നും ലോണ് കിട്ടുന്നതാണ്. പിന്നെ ലോണ് കിട്ടണമെങ്കിൽ 75 വയസ്സിന് മുകളിലേക്കാണെങ്കിൽ ലോൺ കിട്ടില്ല. പിന്നെ സിബിൽ സ്കോർ ചെക്ക് ചെയ്യും. പിന്നെ പ്രീവിയസ് ഒരു എന്തെങ്കിലും ലോണിൻ്റെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അത് നല്ല, അതായത് ഒരു ഡ്യൂസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് അക്കൗണ്ട് ചെക്ക് ചെയ്തിട്ട് ചിലപ്പം ലോൺ കിട്ടില്ല. അതല്ലാതെ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തൊരു അക്കൗണ്ട് ഒരു കസ്റ്റമർ ആണെങ്കിൽ അവർക്ക് ലോണ് ഇതായിട്ടും കിട്ടും. 2 ലക്ഷം വരെ ലോൺ കിട്ടാൻ വേറെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ രജിസ്ട്രേഷനും ലോൺ ആപ്ലിക്കേഷൻ സബ്സിഡി റിക്വസ്റ്റ് എല്ലാം നമ്മൾ ഓൺലൈൻ ത്രൂ നമ്മുടെ ഓഫീസ് തന്നെയാണ് നമ്മളോട് ചെയ്യുന്നത്. കസ്റ്റമറിന് ഡോക്യുമെൻറ്റ്സ് എല്ലാം അയച്ചു കൊടുക്കും. കസ്റ്റമർ ജസ്റ്റ് ഒന്ന് സബ്മിറ്റ് ചെയ്താൽ മതി, അത്രയേ വരുന്നുള്ളൂ. ബാക്കിയെല്ലാ ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളും നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ലോണായിട്ട് ചെയ്യുമ്പം 75 വയസ്സിന് മുകളിലേക്കാണ് ലോൺ കിട്ടില്ല. പിന്നെ വീടിൻ്റെ ഓണർഷിപ്പ് KCB രജിസ്ട്രേഷൻ ആരുടെ പേരിലാണോ ആളുടെ പേരിലേക്ക് ലോൺ കിട്ടുക. പിന്നെ 65 വയസ്സിന് മുകളിലേക്കും 65-നും 75-നും വയസ്സിന് ഇടയിലാണെങ്കിൽ മകനെയോ അല്ലെങ്കിൽ മകളെയോ, ഇപ്പോൾ അച്ഛനെയോ അമ്മയുടെ പേരിലാണെങ്കിൽ മകനെയോ അല്ലെങ്കിൽ മകളെയോ കോ അപ്ലിക്കൻ്റ് എന്ന രീതിയിൽ വെച്ചിട്ടേക്ക് ലോണിന് പ്രൊസീഡ് ചെയ്യാം. പിന്നെ 2 ലക്ഷത്തിന് മുകളിലേക്ക് ലോൺ കിട്ടണമെങ്കിൽ ITR അല്ലെങ്കിൽ സാലറി സ്ലിപ്പ് പോലുള്ള ഡോക്യുമെൻറ്റ്സ് ITR ഫയൽ ചെയ്യുന്ന ആളായിരിക്കണം. അല്ലെങ്കിൽ സാലറി സ്ലിപ്പ് ഒക്കെ അങ്ങനത്തെ പ്രോപ്പർ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു കസ്റ്റമറിന് മാത്രമേ 2 ലാക്സിന് മുകളിലേക്ക് ലോൺ കിട്ടുള്ളൂ. ഇപ്പം SBI പോലുള്ള ബാങ്കിലാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. അവിടേക്ക് ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവാണ്. പിന്നെ ഭയങ്കര സപ്പോർട്ടീവായിട്ട് നമുക്ക് കൂടുതൽ തോന്നിയിട്ടുള്ള സ്റ്റേറ്റ് ബാങ്ക് തന്നെയാണ്.
പിന്നെ അവിടെ നിന്ന് പറയുന്നത് ഡിമിനിഷൻ ആയിട്ടാണ് വരുന്നത്. അതായത് നമ്മുടെ കയ്യിൽ ഫണ്ട് വരുന്നതനുസരിച്ച് നമുക്കത് ക്ലോസ് ചെയ്യാവുന്നതാണ് ലോൺ. പിന്നെ മാക്സിമം 10 ഇയേഴ്സ് വരെ ഇടാവുന്നതാണ് ലോണിൻ്റെ പീരീഡ്. പിന്നെ മന്ത്ലി ഒരു 2000 രൂപയ്ക്കുള്ളിലേക്കേ വരുന്നുള്ളൂ. അതായത് 3 കിലോ വാട്ടൊക്കെ ആണെങ്കിൽ ഒരു 2000, 3 കിലോ വാട്ടൊക്കെ ആണെങ്കിൽ ഒരു 2 ലാക്സ്, ഒരു 10,000 നമ്മൾ റേറ്റ് വരുന്നത്. പിന്നെ 3 കിലോ വാട്ട് ആണെങ്കിൽ 5 കിലോ വാട്ട് ആണെങ്കിൽ സിംഗിൾ ഫേസും 3 ഫേസിനും ഡിഫറൻസ് ഉണ്ടാവും. സിംഗിൾ ഫേസ് ആണെങ്കിൽ 310, 18 അത്രയൊക്കെയാണ് റേറ്റ് വരുന്നത്. 3 ഫേസ് ആണെങ്കിൽ 330, 340 ഇടയ്ക്കാണ് വരുന്നത്. പിന്നെ ഈ സ്ട്രക്ചർ, ഇപ്പം നമ്മളൊരു വർക്ക് ചെയ്യുന്നതിന് മുൻപ് ആദ്യം തന്നെ കസ്റ്റമറോട് സംസാരിക്കും. അവരുടെ റിക്വയർമെൻറ്റ് പ്രകാരം, നമ്മുടെ ഇപ്പം റിക്വയർമെൻറ്റ് പ്രകാരം എത്ര കിലോ വാട്ട് അതനുസരിച്ച് ഒരു കൊട്ടേഷൻ അയക്കും. കൊട്ടേഷൻ അയച്ച് കസ്റ്റമർ നോക്കുകയാണെങ്കിൽ നമ്മൾ സൈറ്റ് വിസിറ്റ് ചെയ്യും. സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് ഫൈനലായിട്ട് ഡിസൈഡ് ചെയ്തിട്ട് എഗ്രിമെൻ്റ് ഉണ്ടാവും, രജിസ്ട്രേഷൻ ചെയ്യും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നത്. ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ കസ്റ്റമറിൻ്റെ റൂഫ് ഫ്ലാറ്റ് അല്ല ചെരിഞ്ഞിട്ടൊക്കെ ആണെങ്കിൽ എക്സ്ട്രാ ആയിട്ട് അഡീഷണൽ സ്ട്രക്ചർ വർക്ക് അല്ലെങ്കിൽ പാത്ത് വേ ഒക്കെ അടിക്കേണ്ടി വരും. അപ്പോൾ അതിന് നമ്മൾ ആദ്യം പറയുന്നത് നമ്മുടെ കോസ്റ്റിനേക്കാൾ അഡീഷണൽ ആയിട്ടൊരു മാക്സിമം 20,000 ആയിരിക്കും. മാക്സിമം 20,000 വരെ പോകാറുള്ളൂ. സ്ട്രക്ചറൊക്കെ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഫ്ലാറ്റായിട്ടുള്ള റൂഫാണ്, വേറെ ചെരിഞ്ഞിട്ടൊന്നും അല്ല എങ്കിൽ നമുക്ക് വേറെ എക്സ്ട്രാ സ്ട്രക്ചർ ചാർജസ് ഒന്നും വരുന്നില്ല. അത് നമ്മൾ സൈറ്റ് വന്ന് നമ്മുടെ എക്സിക്യൂട്ടീവ് വന്ന് അല്ലെങ്കിൽ സൂപ്പർവൈസർ വന്ന് സൈറ്റ് വിസിറ്റ് ചെയ്യുമ്പോഴത്തേനും അത് നിങ്ങൾക്ക് അതിപ്പോൾ ഏത് വേണ്ടതാണെങ്കിൽ അത് അവർ പറഞ്ഞു തരും. അപ്പം ഫ്ലാറ്റ് റൂഫ് ആണെങ്കിൽ വേറെ സ്പെഷ്യൽ സ്ട്രക്ചർ കോസ്റ്റ് ഒന്നും വരുന്നില്ല കേട്ടോ. ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പം സബ്സിഡി ചെയ്യുമ്പോൾ റെഡി ക്യാഷ് ആയിട്ട് അങ്ങനെ ചെയ്യുന്ന കസ്റ്റമർ ആണെങ്കിലാണ് ഈ സബ്സിഡി കിട്ടുന്ന 78,000 രൂപ വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇൻ കേസ് നിങ്ങൾ ലോൺ ത്രൂ ആയിട്ടും ചെയ്യുന്നൊരു കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന 78,000 നിങ്ങളുടെ ലോൺ അക്കൗണ്ടിലേക്കായിരിക്കും പോകുന്നത്. അപ്പം ആ എമൗണ്ട്, ആ 78,000 രൂപ നിങ്ങളുടെ ലോൺ എമൗണ്ടിന് ഡിഡക്റ്റ് ആയിട്ട് രീതിയിലായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത്രയും പേയ്മെൻറ്റ് ബാക്കി ചെയ്താൽ മതി. ഓക്കെ, ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഓരോന്നിനും ഡീറ്റെയിൽഡ് വേണം, നിങ്ങൾക്ക് എന്തിനെക്കുറിച്ചാണ് കൂടുതൽ അറിയേണ്ടതെന്ന് പറയുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അതിനെക്കുറിച്ചൊരു സ്പെസിഫൈ ചെയ്ത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.